സൗകര്യങ്ങളാണ് ഈ റീഡിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ചെയ്യുന്നത്. മനസ്സിലായി? അതുപോലെ ഡൗട്ട് ക്ലിയറൻസിൻ്റെ സെഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ വായിച്ചു നോക്കിയാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നമ്മളുടെ കോൺടാക്ട് നമ്പർ കേട്ടോ, ബാക്കിൽ ഈ കോൺടാക്ട് നമ്പർ ശരിക്കും നിങ്ങൾക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരാം. എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് വരാം. ഞായറാഴ്ച അല്ലേ, സൺഡേ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സും കഴിഞ്ഞ് വൈകുന്നേരം എല്ലാ ഞായറാഴ്ചകളിലാണ്. അങ്ങനെ കുട്ടികൾ ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ഭംഗിയായിട്ട് വരാറ്. ഇത് രസമാണ്. എല്ലാവരും കൂടി വരുന്നു, ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നു, ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോൾ ടൂറ് പോലെ അല്ലേ എനിക്ക് പറഞ്ഞത്. അപ്പം അവർക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. അപ്പം ഒന്ന് ട്രൈ ചെയ്തോളൂ. വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഈ സ്ട്രോങ്ങൊക്കെ ആയ കാരണം ഡെപ്തായിട്ട് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞുതരാൻ പറ്റുന്നത് വരും. ഇൻഡിവിജ്വലായിട്ട് കുറേ കാര്യങ്ങൾ സി ആണോ എം എ ആണോ അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ബി എ കഴിഞ്ഞ് എം ബി എ പഠിക്കാൻ നോക്കുന്നത് ഫസ്റ്റ് എം ബി എ. അപ്പോൾ നമുക്കൊരു ബിസിനസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള പെർഫെക്റ്റ് ഐഡിയ കിട്ടും. വൺസ് യു ആർ ഡൺ വിത്ത് ദാറ്റ് അതിപ്പോൾ നമ്മൾ കൊമേഴ്സിൽ പഠിക്കണമെന്നില്ല. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ കാരണം സയൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ സയൻസ് പഠിക്കുമ്പോൾ ബുദ്ധി വികസിക്കും. കാരണം എന്താ മാത്സ് അങ്ങനത്തെ സബ്ജക്റ്റുകളുണ്ട്. നല്ല ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കഥ വായിക്കുന്നത് അവിടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വരുന്നില്ല. അത് അതുകൊണ്ടാണ് എല്ലാവരും സയൻസിലേക്ക് പ്രിഫർ ചെയ്യാൻ കാരണം. അപ്പോൾ സയൻസിലേക്ക് പ്രിഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബിക്കം എ ഡോക്ടർ. പെർസെൻറ്റേജ് 10ാം ക്ലാസ്സിൻ്റെ പെർസെൻറ്റേജ് ഒരു തരത്തിലും ഒരു മാനദണ്ഡമല്ല. അത് മനസ്സിലാക്കും. മാർക്ക് കുറവ് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നീറ്റിനെ പറഞ്ഞിട്ട് 700 മാർക്ക് കഴിഞ്ഞ് 55% മാർക്കുള്ളൂ. 60% പോയിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 90% ഉള്ള ആൾക്കാർ നീറ്റ് കിട്ടാനുണ്ടായി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ 2 വർഷം എങ്ങനെയാണോ നിങ്ങൾ പ്ലേസ് ചെയ്യുന്നത്, നിങ്ങൾ അവിടെ പിച്ച് ചെയ്യുന്നത് +1 +2 എങ്ങനെ പിച്ച് ചെയ്യണം അതനുസരിച്ചിരിക്കുന്നുണ്ട്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും. ചില സബ്ജക്റ്റ് നമുക്ക് ടഫായിട്ടുണ്ടാവും അല്ലേ? 10ൽ ഏതായിരുന്നു ടഫായിട്ടുള്ളത്? മാത്സ്, സയൻസ് അങ്ങനെ ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. മാത്സ്, സയൻസ്, സോഷ്യൽ ടഫായിട്ടല്ലേ? അതെ അതെ പഠിക്കാനായിട്ട് നിങ്ങളുടെ എക്സലൻസ് CBSE ആയിരുന്നല്ലേ? സോഷ്യൽ കുറച്ചൊരു മാസത്തിലാണ് അല്ലേ? ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും എക്കണോമിക്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് മാസമായ കാരണം ആ സ്കൂളിൽ റീഡബിലിറ്റി കുറച്ചുമാണ്. മറ്റേത് മാത്സ് പറഞ്ഞൊരു ഫോർമുലയുണ്ട്, അത് ചെയ്യാവുന്ന ഈസിയാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഹയർ ലെവലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സബ്ജക്റ്റുകൾ ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ ക്ലിയറായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അതിന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, അഭിരുചി പരീക്ഷ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമുള്ള പേര് സൈക്കോമെട്രിക് ടെസ്റ്റ്. സൈക്കോ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിക്കും അല്ലേ? അഭിരുചി പരീക്ഷ. ഈ അഭിരുചി പരീക്ഷ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാൻ എ, പ്ലാൻ ബി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സബ്ജക്റ്റ് പ്രിഫറൻസ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എന്തെങ്കിലും സബ്ജക്റ്റുകൾ ഇപ്പോൾ ഫിസിക്സൊക്കെ ഭയങ്കര ടഫായിട്ട് സബ്ജക്റ്റായിട്ട് വരാം. +1ലേക്ക് കടക്കുമ്പോൾ ടഫസ്റ്റ് സബ്ജക്റ്റ് ഫിസിക്സ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യേണ്ടതെന്നുള്ള കുറേ ഐഡിയാസ് അതൊക്കെ നമുക്ക് ഈ പറയുന്ന സെഷനിലൊക്കെ പറഞ്ഞു തരും. നിങ്ങൾ ഈ നമ്പറിലൊന്ന് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വരാം. എല്ലാ സൺഡേയും നമുക്ക് അവിടെ എന്താ പറയുക ഒന്നിച്ച് ചേർന്ന് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ ഓക്കെ. അപ്പോൾ കാണാൻ നമുക്ക് നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് സൺഡേ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് തന്നു അല്ലേ? ഓക്കെ.